പറ്റണില്ല. ഇവന്മാർക്ക് എങ്ങനെ ഇതിനൊക്കെ മനസ്സ് വരണം? എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു. പൊന്നുപോലെ നോക്കാവുന്ന ഒരുത്തൻ, 500 രൂപ വീതം ബാങ്കിലിട്ടിട്ട് വീടിന്റെ പടി ചവിട്ടുന്നു വേറൊരുത്തൻ, എപ്പോഴാ ആവശ്യമുള്ളൂ എന്ന് വെച്ചാൽ ചോദിക്കേണ്ട താമസമുള്ളൂ എന്ന് വേറൊരുത്തൻ. ഒക്കെ വെറും നാടകമായിരുന്നു. പേടിയാവണു. ഇവന്മാരൊക്കെ കൂടി നമ്മുടെ കുഞ്ഞിനെ കുരുതി കൊടുക്കൂ. കൃത്യമല്ലേ? ആ, കണക്ക് കൃത്യമായിരിക്കണം. പ്രത്യേകിച്ച് പണത്തിന്റെ കാര്യമാകുമ്പോ കൃത്യമായിരിക്കണം. ഇത് തമ്പി പറഞ്ഞാൽ പലർക്കും നോവും. തമ്പി സത്യം പറയും. ദീർഘവീക്ഷണം കൊണ്ടല്ല, അനുഭവം കൊണ്ടാ. മനസ്സിലായോ? എന്നാ പോ. ഇങ്ങനെ തുടങ്ങിയ കുറെ കഷ്ടമാണ്. എത്ര നേരം വെച്ചാ ഊണ് വിളമ്പി കാത്തിരിക്കുന്നേ? കാത്തിരിക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആഹാ, എന്നു പറഞ്ഞാ പറ്റൂ? ഈ വീട്ടിൽ ഞാൻ താമസിക്കുന്നിടത്തോളം കാലം എനിക്കെല്ലാം ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഉണ്ണാനുണ്ടാവുന്ന പറഞ്ഞല്ലേ പോയത്. എന്നിട്ട് ഇപ്പൊ സമയം എത്രയായി? ഓ, കുടിക്കരുതെന്ന് പറഞ്ഞാലോ കേൾക്കത്തില്ല. എന്നാ ആവശ്യമുള്ളത് വീട്ടിൽ വാങ്ങിച്ചു വെച്ച് കുടിക്കാൻ പറഞ്ഞാൽ അതും കേൾക്കത്തില്ല. ഇപ്പൊ എന്താ വേണ്ടേ? ഇനി മുതൽ 10 മണി കഴിഞ്ഞ് വന്നാൽ എനിക്ക് വെയിറ്റിംഗ് ചാർജ് തരേണ്ടി വരും. വെയിറ്റിംഗ് ചാർജ്? ആ, ഈ കാത്തിരിക്കാന്നൊക്കെ പറഞ്ഞാലേ നിസാര കാര്യമൊന്നുമല്ല. അയ്യോ പോണു. ഒരു 2 മണിക്കൂർ നേരം ഈ മഞ്ഞത്തൊന്ന് കുത്തിയിരുന്നു നോക്കി അപ്പൊ അറിയാം വിവരം. ഊർവശി ഊർവശി ടേക്ക് ഇറ്റ് ഈസി ഊർവശി. ഹായ്, ഗുഡ് മോർണിംഗ്. സേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ദാറ്റ്സ് ഗുഡ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ് ഹണി, യു ആർ ലുക്കിംഗ് വെരി സ്മാർട്ട്. താങ്ക് യു. ഹായ്, where is the birthday baby? അകത്തെ ഡ്രസ് മാറ്റാ. അകത്തുണ്ടോ? ഡ്രസ് മാറ്റിയാണോ? വെരി ഗുഡ്, വെരി ഗുഡ്. ബോബി എവിടെ? ഓ, ബോബിക്ക് വരണുണ്ടായിരുന്നു. പക്ഷെ വാട്ട് ടു ഡു, ഷി ഹാസ് ഗുഡ് എക്സാംസ്. അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. ഇന്നലെ മുഴുവനും ഓരോ കടയായിട്ട് കയറി ഇറങ്ങി ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി അവൾ എന്ത് കഷ്ടപ്പെട്ടെന്ന് അറിയാമോ? അങ്ങനെയല്ല മുതലാളി വേണ്ട, ഇങ്ങനെയാ ചെയ്യി ചെന്നിട്ട് എല്ലാരും സാഷ്ടാംഗം നമസ്കരിക്കണം കേട്ടോ. പിന്നെ ആ ചട്ടക്കാരുടെ കയ്യിൽ എന്തോ സമ്മാനം ഉണ്ട്. ഹരി ബാറ്റും ബോളും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ശ്യാമളയുടെ കയ്യിലും ഉണ്ട് എന്തോ ഒന്ന്. ഇതിലേതെങ്കിലും എന്റെ കയ്യിൽ തന്ന് എന്നെ കൊണ്ട് കൊടുപ്പിക്കുമായിരിക്കും. ഇല്ലേ ഇല്ലേച്ചാ കുട്ടി വന്ന് നമസ്കരിച്ചാ എന്താ കൊടുക്കുക എന്റെ ഈശ്വര? ഞാൻ എന്റെ മോളുടെ ബർത്ത്ഡേക്ക് ഒരു വലിയ അപ്പൂ കേക്ക് ഉണ്ടാക്കി. അത് എടുത്തോണ്ട് വരുമ്പോഴും തുമ്പിക്ക് ഇങ്ങനെ ഓടി. അല്ല, മുതിർന്നവരെ സാഷ്ടാംഗം നമസ്കരിക്കണമെന്നാ. ഓ, എന്നാ വിഴ് വിഴ് വിഴ്. ഗോഡ് ബ്ലെസ് യു. കം ഓൺ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു പറയണേ. താങ്ക് യു പറ. താങ്ക് യു, താങ്ക് യു. പോ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. Many happy returns of the day. Thank you, Daddy. Okay. വെറും ഉമ്മയോ? ഡാഡി വാട്ടും മാളും വാങ്ങി തന്നു. മമ്മി കളർ പെൻസിൽ വാങ്ങി തന്നു. മരി ആന്റി സമ്മാനം തന്നു. എട്. You see, he is very brilliant. Very good. സമ്മാനം വാങ്ങിച്ചു തരാൻ മുത്തശ്ശന്റെ ഈ പൈസ ഇല്ല മക്കളെ. പൈസ എവിടെ പോയി? മുത്തശ്ശന്റെ കയ്യില് ഒരുപാട് പൈസ ഉണ്ടായിരുന്നു.
പക്ഷേ നിന്റെ ഡാഡിയും വലിയമ്മയും ചെറിയച്ഛനെയും ചെറിയമ്മയും ഒക്കെ വളർത്തി വലിയ ആൾക്കാരാക്കിയപ്പോ കൊറേ പൈസ പോയി. പിന്നെ ഈ വീട് വെക്കാൻ മുത്തശ്ശൻ 1,00,000 രൂപ കൊടുത്തത് മോനും കണ്ടതല്ലേ? ആ അങ്ങനെ മോന്റെ ഡാഡിയും മമ്മിയും ചെറിയച്ഛനും വലിയമ്മയും ഒക്കെ കൂടി പിഴിഞ്ഞരിച്ചെടുത്തെടുത്ത് മുത്തച്ഛൻ ഇപ്പൊ ശുദ്ധ പാപ്പരായടാ കുട്ടാ. പാപ്പരെന്ന് പറഞ്ഞാ അറിയോ ഉണ്ണിക്ക്? 10 പൈസ പോലും കയ്യിലില്ലാത്ത തെണ്ടി. എക്സ്ക്യൂസ് മീ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു ജോലിയുണ്ട്. ഞാൻ പോയിട്ട് പിന്നെ വരാം. ബൈ ബൈ. അച്ഛൻ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്? നാണക്കേട്. ഒരക്ഷരം മിണ്ടി പോകരുത്. പറഞ്ഞതല്ല പറയിച്ചത് എന്നെ കൊണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യുന്ന പറയുന്നത്? ഒന്നും ചെയ്തില്ല. കുട്ടി വന്ന് നമസ്കരിച്ചപ്പോ നീ കൊടുത്തുല്ലോ സമ്മാനം. നിന്റെ പെണ്ണും പിള്ളയും കൊടുത്തു. എന്നാൽ അതിൽ ഏതേലും ഒന്ന് അച്ഛൻ്റെ കൊടുത്തിട്ട് അച്ഛനെ കൊണ്ട് കൊടുപ്പിക്കാൻ തോന്നിയോ നിനക്ക്? ഇല്ലാലോ. നിന്റെ കൈ 10 പൈസ ഇല്ലെന്ന് അറിയാലോ നിനക്ക്. കുട്ടിയെ നമസ്കരിക്കാൻ അയച്ചിട്ട് അയൽക്കാരെയും വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ വെച്ച് പരിഹസിക്കണു. നീ എന്നെയാണോ ഞാൻ നിന്നെയാണോ പരിഹരിച്ചത്? പറടാ, പറ. മോനെ, മുത്തശ്ശൻ ഇങ്ങനെ വെള്ളം തന്ന് വായടപ്പിച്ച് തെണ്ടിയാക്കിയതിന് ഉത്തരവാദി ഒരാളുണ്ട്. കാണണോ മോനെ? മോനെ, മുത്തശ്ശൻ ഇപ്പൊ രാജാവല്ല, തെണ്ടിയാ. തെണ്ടിക്ക് എന്തിനാ ഈ തോൾമുണ്ട്? ഇതാണ് മുത്തശ്ശന് തരാനുള്ള പ്രധാന സമ്മാനം കേട്ടോ. സൂക്ഷിച്ചു വെച്ചു. വലുതാവുമ്പോ മോനും മോന്റെ ഡാഡിക്ക് കൊടുക്കാം. ഏട്ടൻ ഫോൺ ചെയ്തപ്പോഴേ എനിക്ക് തോന്നി അച്ഛൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നു. ഏതായാലും പിറന്നാൾ ഞങ്ങൾ വരാനും നന്നായി. ആരോട് എന്താ പറയേണ്ടെന്ന് ഒരു ഔചിത്യം ഇല്ലേ അച്ഛന്? രാധികയെ പെണ്ണ് കാണാൻ ഗോപിയേട്ടന്റെ MD വന്ന് അന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിയോ? ഓ, ഞങ്ങൾ അങ്ങ് ചമ്മിപ്പോയി. ഞങ്ങൾ വാങ്ങിയ പൈസയും ചോദിച്ച് വീട്ടിൽ വന്ന് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? ഞാനായതുകൊണ്ട് കമാന്നൊരു അക്ഷരം വേണ്ടിയില്ല. വേറെ വല്ല മരുമക്കളുമായിരുന്നെങ്കിൽ. എന്തായാലും ഇനി ഇങ്ങനെ തുടരാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. മനസ്സിലിങ്ങനെ ഓരോ കോംപ്ലക്സും വെച്ച് തൊട്ടാനും പിടിച്ചോനൊക്കെ അച്ഛൻ ഇങ്ങനെ തുടങ്ങിയാലോ? ഞാനൊരു കാര്യം പറയട്ടെ, രണ്ടാളെയും ഏതെങ്കിലും വൃദ്ധസദനത്തിലാക്കുക. മാസാമാസം ചെലവിനുള്ളത് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതിയല്ലോ. അത് വേണ്ട. നാട്ടിൽ അറിഞ്ഞ മോശമാ. നമ്മൾ നടന്നുള്ളിയാന്ന് പറയും. പിന്നൊരു വഴിയേ ഉള്ളൂ. ശക്തിയും ശിവനും ഒന്നിച്ച് നിൽക്കുന്നുണ്ടാ ഈ പ്രശ്നമൊക്കെ. രണ്ടാളെയും 2 സ്ഥലത്താക്കിയാലോ? എന്നുവെച്ചാ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കുന്നതിൽ നല്ലത് രണ്ടുപേരും 2 ഇടത്ത് സ്ഥിരമായി നിൽക്കട്ടെ. അമ്മയെ ഞാൻ കൊണ്ടുപോയിക്കോളാം. അച്ഛനോട് എന്നോട്ടെ. അത് പറ്റില്ല. അമ്മ ഇവിടെ നിൽക്കട്ടെ. അച്ഛനെ ഗോപി കൊണ്ടുപോയിക്കോ. അത് വേണ്ട. ഗോപിയുടെ സ്വഭാവം അനുസരിച്ച് അച്ഛൻ അവിടെ നിന്നാലേ ഇതിനെക്കാട്ടിലും വലിയ പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ സോപ്പിട്ട് സംസാരിക്കുന്ന പോലെ ഗോപിയേട്ടന് സംസാരിക്കാൻ അറിയില്ല. അത് ശരിയാ. അച്ഛനെ ഇവിടെ നിർത്തണതാ നല്ലത്. അവിടെ മായയുടെ അമ്മയുണ്ടല്ലോ. അമ്മയ്ക്ക് അച്ഛനെ ശുശ്രൂഷിക്കാൻ തന്നെ നേരെയില്ല. ഇവിടെ ഞങ്ങൾ രണ്ടാളും ഓഫീസിൽ പോയ പിന്നെ അതൊന്നും എനിക്കറിയണ്ട. രണ്ടാളെയും പിരിച്ചെടുത്താനാണെങ്കിൽ അമ്മയെ ഞാൻ കൊണ്ടുപോയിക്കോളാം. അല്ലെ പിന്നെ എന്താ നിങ്ങൾ തീരുമാനിക്കുക. നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. പക്ഷെ ഇവിടുന്ന് പോകാൻ അമ്മയോട് ഞാൻ പറയില്ല. അതൊക്കെ പറയേണ്ട പോലെ ഞാൻ പറഞ്ഞോളാം. ഏതായാലും രണ്ടാളെയും കൂടെ ഒരുമിച്ച് നിർത്താൻ ഏട്ടന് സമ്മതമല്ലല്ലോ. രണ്ടാളെയും കൂടെ ഇനി ഒരുമിച്ച് നിർത്തുന്ന പ്രശ്നമേ ഇല്ല. എന്നാ പിന്നെ ഞാൻ ഏറ്റു. രണ്ടുപേരും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോഴാ ഈ പ്രശ്നമൊക്കെ. പെട്ടിയും തൂക്കി ഇനി ആഴ്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ട. അച്ഛൻ ഇവിടെ നിൽക്കട്ടെ. അമ്മ എന്നോട് പോരെ? അച്ഛനോടൊന്ന് ചോദിക്കാതെ. എന്തിനാ ചോദിക്കണേ? ഇനി അടികൊള്ളാനാ? കുറച്ചാള് മാറിയെന്നാലേ അമ്മയുടെ വില എന്താണെന്ന് അച്ഛൻ അറിയൂ. അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ അച്ഛനെ വീടിനകത്ത് കയറ്റില്ലെന്നാ ഏട്ടൻ പറയണേ. ചെല്ലേ, എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്തോ. നീ എന്താ ഒറ്റയ്ക്ക് പിടിക്കണേ? നാവില്ലേ നിനക്ക്? ചോദിച്ചത് കേട്ടില്ലേ കുട്ടി? മോന്തയും വീർപ്പിച്ചിട്ട് നീ എങ്ങടാ പോണേ? എന്തേലും പറയാനുണ്ടെ മുഖത്ത് നോക്കി പറഞ്ഞോളൂ. നിഷേധിത്തരം വച്ചാലും വേണ്ടില്ല. ഇനി നീ കൂടെ ഉള്ളൂ ബാക്കി. എന്നെ കൂടി തല്ലിച്ച ഞാനും എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. അച്ഛന് സന്തോഷാവട്ടെ.
എങ്ങനെ മനസ്സ് വന്നു വെച്ച അമ്മയെ തല്ലാൻ? അയാളെ അല്ലല്ലോ തല്ലിയത് മോളെ. ഓരോന്ന് പറഞ്ഞു വന്നപ്പോ നിയന്ത്രണം വിട്ടുപോയി. വിളിക്ക്. മുഖത്ത് നോക്കാൻ വിഷമമുണ്ട് അച്ഛന്. അതുകൊണ്ടാ. മോളെ എന്ന് വിളിക്ക്. മാപ്പ് പറയാം. ചെന്ന് വിളിക്കൂട്ടി. അമ്മ പോയി. പോയോ? എങ്ങട്? കൊച്ചേട്ടൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയത്രേ. ശ്യാമളടുത്ത് പറഞ്ഞിട്ട് അറിഞ്ഞത് അമ്മയ്ക്കിനി അച്ഛനെ കാണണ്ടെന്ന്. അച്ഛൻ അങ്ങോട്ട് ചെല്ലണ്ടെന്നാ പറഞ്ഞിരിക്കണേ. അവിടെയെങ്കിലും ഇത്തിരി സ്വസ്ഥത കിട്ടിക്കോട്ടെ എന്ന്. മഞ്ഞത്ത് കിടക്കേണ്ടത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. എഴുന്നേറ്റ് കുളിക്ക്. വെള്ളം ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. കുളിച്ചു വല്ലതും കഴിക്കാൻ പറഞ്ഞു ശ്യാമളടുത്തി. കഴിഞ്ഞതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. കോളേജ് വിട്ടാ ഞാൻ കൊച്ചേട്ടന്റെ വീട്ടിലേക്ക് പോകും. അവിടെ നിൽക്കേ. അമ്മയോട് പറയണം അച്ഛൻ മാപ്പ് ചോദിച്ചു. അയാളെ അല്ല തല്ലിയെന്നും പറയണം. അച്ഛനോട് ഒരു വിദ്വേഷവും മനസ്സിൽ വെക്കരുതെന്നും പറയണം. അയാളോട് ഇല്ലാച്ചാ പിന്നെ ഞാൻ പറയാം. അച്ഛൻ വിഷമിക്കാണ്ടിരിക്കെ. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചാ അമ്മ സത്യം പറയൂ? അച്ഛനോട് അമ്മയ്ക്ക് ശരിക്കും പിണക്കുണ്ടോ? പാവല്ലേ അച്ഛൻ. അമ്മയോട് ഒരു പിണക്കും ഇല്ലെന്ന് പറയാൻ പറഞ്ഞു എന്നോട്. അമ്മ പോന്നതോടെ അച്ഛന്റെ ചിറകൊടിഞ്ഞതുപോലെയായി. അച്ഛനെ കാണണ്ടെന്ന് അമ്മയ്ക്ക് എങ്ങനെ പറയാൻ തോന്നി? അച്ഛനെ വിട്ടിട്ട് ഇവിടെ അടുക്കളക്കാരിയായിട്ട് വന്നിരിക്കുക. പോന്നതല്ല മോളെ. അമ്മ അവിടെ നിന്ന് അച്ഛനെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞു എന്റെ ഏട്ടൻ. മോളെ, മോളിതൊന്നും അച്ഛനോട് പറയണ്ട. പറഞ്ഞാൽ ഇനിയും ബഹളം ഉണ്ടാവും. ഇറക്കി വിട്ടാ എവിടാ പോവാ? അച്ഛൻ തെരുവിൽ തെണ്ടി നടന്നിട്ട് അമ്മയ്ക്ക് അങ്ങനെ ഒരു സുഖം വേണ്ട. ഇതാവുമ്പോ കാണാൻ പറ്റിയില്ലെങ്കിലും ഒരിടത്ത് സുഖമായിട്ടിരിക്കുന്നു എന്ന് ആശ്വാസം ഉണ്ടല്ലോ. ഓ, അച്ഛൻ എന്തൊരു ചുമയാ ചുമക്കുന്നത്? മരുന്ന് കഴിക്കാൻ പറഞ്ഞ കേക്കണ്ടേ? മഞ്ഞു കൊണ്ടിട്ടാത്രേ. ഈ കഥ എന്നൊക്കെ പറഞ്ഞ് മുത്തച്ഛനെ മണി പോയി കിടക്കരുത് കേട്ടോ. എന്ത് ചുമയാന്ന് ആർക്കറിയാം. ഇത്രയും ദിവസം ഞാൻ ഒളിച്ചു വെച്ചു. ഇനിയും പറയാണ്ടിരുന്ന അമ്മ അച്ഛനോട് വഴക്കിട്ട് പോയതല്ല. അച്ഛനെ കാണണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടില്ല. പിന്നെ എല്ലാരും കൂടി കള്ളം പറഞ്ഞ് നമ്മളെ പറ്റിക്കായിരുന്നു. അച്ഛനും അമ്മയും കൂടി ഒരുമിച്ചിരുന്ന പ്രശ്നമാവുമെന്ന് പറഞ്ഞ് മനപ്പുറം പിരിച്ചതാ. ഈ 101 റുപ്യ ഞാൻ തിരിച്ചെടുക്കുക. ഇനി ഇത് നിനക്ക് തരാൻ വകുപ്പില്ലല്ലോ. ഒക്കെ
ഒക്കെ മംഗളമായിട്ട് നടത്തിയ തരാന്ന വാക്ക്. നീയും വാക്ക് തെറ്റിച്ചു.